ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, hope you are all doing well. ഇന്ന് നമുക്ക് ഖലീൽ ഗിബ്രാൻ എഴുതിയ ഫിയർ എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം ലെബനീസ് അമേരിക്കൻ പോയറ്റും റൈറ്ററുമാണ്. അതുപോലെ അദ്ദേഹം അറബിക്കിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇനി ഈ പോയത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഖലീൽ ഗിബ്രാൻ്റെ ഭയം എന്ന കവിത ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ആ സാർവത്രിക ഭയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. It is said that before entering the sea, a river trembles with fear. അതായത് കടലിലോട്ട് എൻ്റർ ആകുന്നതിന് മുമ്പ് ഒരു നദി ഭയന്ന് വിറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. അതായത് കടലുമായി ലയിക്കുന്നതിന് മുമ്പ് ആ പരിചിതമായ പാതയ്ക്ക് അപ്പുറത്ത്, കാരണം നദി അതിനെ അറിയാവുന്ന അത് പരിചിതമായ പാതയിലോട്ട് ഒഴുകി വരുന്ന ആ നദിക്ക് ആ ഉപരിതലത്തിൽ അതായത് പരിചിതമായ പാതയ്ക്ക് അപ്പുറത്ത് എന്താണെന്ന് ഉറപ്പില്ലാത്തതിനാൽ നദിക്ക് ഭയം അനുഭവപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് നദി? മേ ബി സമുദ്രത്തിൻ്റെ ആ വിശാലത കണ്ടിട്ടും അതുപോലെ സ്വന്തം വ്യക്തിത്വം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും എന്നും നദി ഭയപ്പെടുന്നു. അപ്പം നദിക്ക് പിന്നോട്ടൊരിക്കലും ഒഴുകാൻ കഴിയില്ല, നമുക്കറിയാം. അതുപോലെ മരണമോ ജീവിത പരിവർത്തനങ്ങളോ, അതായത് ലൈഫിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻസ് അത് അനിവാര്യമായതുപോലെ സമുദ്രത്തിൽ പ്രവേശിക്കുന്ന നദിയുടെ യാത്രയിലെ ഒരു അനിവാര്യ ഘടകമാണ്. അപ്പം നദിയുടെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ കടലിലേക്കുള്ള അതിൻ്റെ പ്രവേശനം അത് മരണത്തെയോ ഒരു പ്രധാന ജീവിത പരിവർത്തനത്തെയോ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ വാസ്റ്റ് ഓഷൻ അല്ലെങ്കിൽ സീ എന്നത് സിമ്പിൾ എന്തിൻ്റെ സിമ്പിളാണ്? അതായത് അൺസർട്ടൺ ആൻഡ് അൺനോൺ ഫ്യൂച്ചറിൻ്റെ സിമ്പിളാണ് ഈ സീ എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, she looks back at the path she has traveled from the peaks of the mountain, the long wind road crossing forest and villages. അപ്പോൾ പർവ്വതങ്ങൾ, വനങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിച്ച നദി ഇപ്പോൾ അജ്ഞാതമായ അൺനോൺ ആയിട്ടുള്ള വിശാലമായ സമുദ്രത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ലുക്സ് ബാക്ക് അറ്റ് ദ പാത്ത്, അത് പിന്നോട്ട് നോക്കുന്നത്, അതായത് അവൾ സഞ്ചരിച്ച പാതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നാണ് കവിയുടെ പറയുന്നത്. അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രവൃത്തി നദിയുടെ മുൻകാല അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ്, ഓർമ്മകൾ, മെമ്മറീസ്, അതുപോലെ അത് സഞ്ചരിച്ച പരിചിതമായ പ്രകൃതികൾ എന്നിവയോടുള്ള ഒരു സ്നേഹം, അത് അപ്രിസിയേഷൻ, ആ വിലമതിപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് പരിചിതമായതിനോടുള്ള ആ ഗ്രഹാതുരത്വത്തിൻ്റെ ഒരു വികാരത്തെയും ആ പാസ്റ്റ് ലൈഫിനോടുള്ള ആഗ്രഹത്തെയുമാണ് പ്രതിഫലിക്കുന്നത്. ആ തിരിഞ്ഞു നോട്ടം, ലുക്സ് ബാക്ക് അറ്റ് ദ പാത്ത് എന്നുള്ളത്. ഓക്കെ, ഭയമുണ്ടായിട്ടും പിന്നോട്ട് തിരിയാൻ കഴിയില്ലെന്ന് നദിക്കറിയാം. അപ്പോൾ ഭയം അതായത് വളർച്ചയ്ക്കും മാറ്റത്തിനും, അത് ഗ്രോത്തിനും ചേഞ്ചിനും ഉള്ള ഒരു ഉത്തേജകമാണെന്നാണ് കവിത ഇവിടെ സൂചിപ്പിക്കുന്നത്. And in front of her she sees an ocean so vast that to enter there seems nothing more than to disappear forever. നമ്മൾ കണ്ടു നദി അതിൻ്റെ യാത്രയിൽ വളരെ വിശാലമായ ഒരു സമുദ്രത്തെ കണ്ടുമുട്ടുന്നു. അപ്പം അതിലേക്ക് പ്രവേശിക്കുക എന്ന ചിന്ത എന്തായിട്ടാണ് നദിക്ക് തോന്നുന്നത്? അപ്പോൾ അതിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നത് പോലെയാണ് നദിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളികൾ നേരിടുന്നതിനെയോ ഇല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയോ മരണത്തെ പോലും നേരിടുന്നതിനെയോ ഉള്ള പല മനുഷ്യർക്കുള്ള ഭയത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അപ്പം നദിയുടെ ഭയം സമുദ്രത്തിൻ്റെ ആ വിശാലതയിൽ, ആ വാസ്റ്റ് ഓഷനിൽ തൻ്റെ ഐഡൻറ്റിറ്റി, ആ ഇൻഡിവിജ്വൽ സെൻസ് നഷ്ടപ്പെട്ടു പോകും എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ ഒരു പ്രധാന ജീവിത മാറ്റത്തെ നേരിടുമ്പോൾ മനുഷ്യർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ കഴിവുകൾ അല്ലെങ്കിൽ ഉദ്ദേശം, ആ പർപ്പസ് നഷ്ടപ്പെടുമെന്ന് മനുഷ്യർ ഭയപ്പെടുന്നു. അപ്പോൾ വിശാലമായ സമുദ്രത്തോടുള്ള നദിയുടെ ഭയം ജീവിതത്തിലെ അജ്ഞാതമായതിനെ നേരിടാനുള്ള മനുഷ്യൻ്റെ ഭയത്തെയും ആ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുമെന്നുള്ള ആ സാധ്യതയും പ്രതീകപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും വിശാലമായ സമുദ്രം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ അൺനോൺ ആൻഡ് ദ അൾട്ടിമേറ്റ് മെർജിങ് ഇൻ ടു സംതിങ് ലാർജർ ആണ്. ഓക്കെ, അതേസമയം എന്നേക്കുമായി ഡിസപ്പിയർ ഫോർ എവർ, എന്നേക്കുമായി അപ്രത്യക്ഷമാകുമോ എന്ന ഭയം ഒരാളുടെ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ ലക്ഷ്യമോ നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബട്ട് ദർ ഈസ് നോ അതർ വേ, ദ റിവർ കനോട്ട് ഗോ ബാക്ക്. അപ്പോൾ കവിയുടെ പറയുന്നുണ്ട്, പക്ഷേ വേറെ വഴിയില്ല, നദിക്ക് തിരിച്ച് ഒഴുകാൻ സാധിക്കില്ല. നമുക്കറിയാം നോബഡി ക്യാൻ ഗോ ബാക്ക്, ടു ഗോ ബാക്ക് ഈസ് ഇമ്പോസിബിൾ ഇൻ എക്സിസ്റ്റൻസ്. അതുപോലെ ഈ ജീവിതയാത്രയിൽ നമുക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടും, പക്ഷേ നമുക്ക് മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം. അതുപോലെ നമ്മൾ പല വെല്ലുവിളികൾ, ചലഞ്ചസ് ഫേസ് ചെയ്യും, പക്ഷെ നമ്മൾ അതിനെല്ലാം മറികടന്ന് നമ്മൾ
നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം. അപ്പം നദിക്ക് പിന്നോട്ട് ഒഴുകാൻ കഴിയാത്തതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഭയത്തെ മറികടക്കണം, അതുപോലെ മഹത്തായ എന്തെങ്കിലും നേടാൻ സാഹസികതയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കവി ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക്. The river needs to take the risk of entering the ocean because only then will fear disappear. അതായത് റിവർ നീഡ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് എൻറ്ററിങ് ദ ഓഷ്യൻ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ മാത്രമേ ഭയം അപ്രത്യക്ഷമാവൂ. അതുപോലെ നദിക്ക് മനസ്സിലാവും താൻ സമുദ്രത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നതല്ല, മറിച്ച് എന്താണ്, സമുദ്രവുമായി മാറുന്നതാണെന്ന് റിവർ വിൽ നോ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിസപ്പിയറിംഗ് ഇൻ ടു ദ ഓഷ്യൻ, പിന്നെയോ ബട്ട് ഓഫ് ബിക്കമിങ് ദ ഓഷ്യൻ. ഓക്കെ, അതായത് നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ അപകട സാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അപ്പോൾ മാത്രമേ ഭയം അപ്രത്യക്ഷമാകൂ എന്ന വരി അർത്ഥമാക്കുന്നത് മാറ്റത്തെ സ്വീകരിക്കുകയും അപകട സാധ്യതകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഭയത്തെ മറികടക്കുന്നതിനും ഒരാളുടെ പൂർണ്ണ ശക്തി തിരിച്ചറിയുന്നതിനും, അതായത് റിയലൈസിങ് വൺസ് പൊട്ടൻഷ്യൽ, അത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ വരി പറയുന്നത്. അപ്പോൾ ഈ വരി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫിയർ ഓഫ് ദ അൺനോൺ ഈസ് എ ബാരിയർ ടു ഗ്രോത്ത്. അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ വളർച്ചയ്ക്കൊരു തടസ്സമാണെന്നും, സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന നദി പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും അജ്ഞാതമായതിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പരിവർത്തനത്തിലേക്കുള്ള, ആ ചേഞ്ചിലേക്കുള്ള പാതയാണെന്നും, അത് പാത്ത് ടു ട്രാൻസ്ഫോർമേഷൻ ആണെന്നുമാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അത് വ്യക്തികളെ അവരുടെ ഭയങ്ങളെ നേരിടാനും സാഹസങ്ങൾ ഏറ്റെടുക്കാനും മാറ്റത്തെ സ്വീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കവിത. കാരണം ഈ അനുഭവങ്ങളിലൂടെയാണ് യഥാർത്ഥ വളർച്ചയും സംതൃപ്തിയും കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് കവി പറയുന്നത്. Because that's where the river will know it's not about disappearing into the ocean but of becoming the ocean. ഇതിനു മുമ്പ് പറഞ്ഞ അതേ വരികൾ അതേ മീനിങ് തന്നെയാണ്. സമുദ്രമാകുക, ബിക്കമിങ് ദ ഓഷ്യൻ എന്ന ആശയം സൂചിപ്പിക്കുന്നത് മാറ്റത്തെ സ്വീകരിക്കുന്നതും അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നതും. അതുപോലെ ഒരാളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതായി തോന്നിയാലും കൂടുതൽ വലുതും വിശാലമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഡിസപ്പിയറിംഗ് ഇൻ ടു ദ ഓഷൻ, സമുദ്രത്തിലേക്ക് അപ്രത്യക്ഷമാകുക എന്ന നദിയുടെ ഭയം പുതിയ അനുഭവങ്ങളോ പരിവർത്തനങ്ങളോ നേരിടുമ്പോൾ വ്യക്തിത്വം, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജീവിതം പോലും നഷ്ടപ്പെടുമോ എന്ന മനുഷ്യൻ്റെ ഭയത്തെ പ്രതീകപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഈ ഡിസപ്പിയറിംഗ്, ഈ അപ്രത്യക്ഷത ഒരു നഷ്ടമല്ല, മറിച്ച് വലിയ ഒന്നുമായി ലയിക്കുന്ന, അതായത് വലിയ ഒന്നിൻ്റെ ഭാഗമാകുന്ന ഒരു പരിവർത്തനത്തിൻ്റെ പ്രക്രിയയാണ്, പ്രോസസ്സാണെന്നാണ് കവിതയുടെ ആ കോർ മെസ്സേജ്. ഓക്കെ, അതായത് സമുദ്രത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള നദിയുടെ ഭയം നമ്മൾ അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നതിനും അനിശ്ചിതത്വം നേരിടുമ്പോഴുള്ള മനുഷ്യൻ്റെ ഭയത്തെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ കവിത ജീവിതയാത്രയെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ അത് നിരന്തരം നമ്മുടെ ജീവിതയാത്ര എങ്ങനെയാണ്, നിരന്തരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ വി ആർ നോട്ട് സ്റ്റാറ്റിക് ബീങ്സ്, നമ്മൾ നിരന്തരം മാറുകയും വളരുകയും ചെയ്യുന്നു, അത് പുതിയ ഒന്നായി മാറുകയും ചെയ്യണം. അപ്പോൾ സമുദ്രത്തിലേക്കുള്ള നദിയുടെ യാത്ര ഈ ചേഞ്ചിന്, ഈ ഓൺഗോയിങ് പ്രോസസ്സിനെയാണ് പ്രതിഫലിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയത്തെ മറികടക്കാനുള്ള തൻ്റെ ഫിലോസഫിക്കൽ വ്യൂ ഈ കവിതയിൽ ഖലീൽ ഗിബ്രാൻ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാൻ ഭയപ്പെടുന്ന, ഇല്ലെങ്കിൽ മാറ്റങ്ങളെ അംഗീകരിക്കാൻ ഭയപ്പെടുന്ന, അല്ലെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഭയപ്പെടുന്ന മനുഷ്യ തലമുറകൾക്ക് കവി ശക്തമായ ഒരു സന്ദേശമാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. അപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അതായത് പരിചിതമായതിൽ മാത്രം പറ്റിപ്പിടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്നതിന് പകരം ഈ ഭയങ്ങളെ അഭിമുഖീകരിക്കുകയും ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒഴുക്കിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് കവി പറഞ്ഞു തരുന്നത്. അപ്പോൾ സമുദ്രത്തിൽ ലയിക്കുമോ എന്ന ഭയം മനുഷ്യർ ജീവിതത്തിൽ നേരിടുന്ന വ്യത്യസ്ത തരം ഭയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ, ആൻഡ് ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ, please share with your friends. Thank you.